ഹായ്, ഇന്ത്യൻ ന്യൂസ് ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KEB വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 3-ാം തീയതി കോഴിക്കോട് വെച്ച് ഒരു പൊതു ഹിയറിംഗ് നടത്തുകയുണ്ടായി. ആയിരക്കണക്കിന് ജനങ്ങളാണ് സംഘടനാ തലത്തിലും വ്യക്തിപരമായി കൊണ്ടും അവിടെ പങ്കെടുത്തത്. കുറഞ്ഞ ആളുകളെ പ്രതീക്ഷിച്ച റെഗുലേറ്ററി കമ്മീഷൻ പിന്നീട് വലിയ ഹാളിലേക്ക് പ്രോഗ്രാം മാറ്റുകയായിരുന്നു. പല സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഒരുപാട് ആളുകൾ സംസാരിക്കുകയുണ്ടായി. റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രത്തോളം ജനങ്ങൾ പങ്കെടുക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ PK ജോസ് IAS, മെമ്പർമാരായ B പ്രദീപ്, AJ വിൽസൺ എന്നിവർ പങ്കെടുത്തു. സംഘടനാ തലത്തിൽ ആദ്യ അവസരം നൽകിയത് ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ചു വന്ന ഷൗക്കത്ത് അലിക്കാണ്. അദ്ദേഹത്തിന്റെ സ്പീച്ച് നമുക്കൊന്ന് നോക്കാം. റെഗുലേറ്ററി കമ്മീഷന്റെ ഈ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാൻ വേണ്ടി ഇന്ന് ഞാൻ അറിഞ്ഞത് 100 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനമാണ് എന്നാണ് ഇന്ന് പറഞ്ഞു കേട്ടത്. പകുതി ഹാളുണ്ടായിരുന്ന സാറ് പൂർത്തിയാക്കി, പിന്നെ സാറ് ഹാള് തന്നെ മാറ്റി. ആ ജനങ്ങളുടെ ആ ഒരു വികാരം സാറ് മനസ്സിലാക്കിയതിന് പ്രത്യേക അപ്രീസിയേഷൻ. എനിക്ക് തോന്നുന്നത് ഹെൽത്തി ആയിട്ട് ഡിസ്കഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ എവിടെയും ഹോസ്റ്റിലിറ്റി ഇല്ല, ഒരു കൺസേൺ ആണ് സാർ. അത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ്. പേര് ഷൗക്കത്ത് അലി അരോത്ത്. എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ദാസ്, ഇവരുടെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സർ, 2 കാര്യമാണ് എനിക്ക് സാറിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഒന്ന് പ്രൈസ് ഹൈക്ക്, രണ്ടാമത്തത് പ്രൈസ് ഹൈക്കിലെ കാര്യം പറയാം സർ. രേഖയിൽ വരാൻ പറയുക, ജനങ്ങളെ എംപവർ ശാക്തീകരിക്കാതെ വിശ്വാസത്തിലെടുക്കാതെയുള്ള ഒരു യാത്ര പോലെയാണ് ഈ ഹൈക്കിന്റെ കാര്യത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ആ വിഷയം ഞാൻ ആദ്യം സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒബ്ജക്ഷൻ ഞാനിതിന് രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ KSEBയുടെ വൈദ്യുതി വില വർധനവിന് ഞങ്ങൾ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ സാധാരണക്കാരായ എല്ലാവരുടെയും പ്രതിനിധികളായിട്ട് ഞങ്ങൾ അത് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞങ്ങൾ പറയാൻ. ഒന്ന്, റവന്യൂ കമ്മിയാണല്ലോ സർവീസ്. റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെന്റും എക്സ്പെക്ടഡ് റവന്യൂ ചാർജ് തമ്മിലുള്ള വ്യത്യാസം. ഈ റവന്യൂ കമ്മി നികത്താൻ സാധാരണ നമ്മൾ ചെയ്യാറ് കോസ്റ്റ് റിഡക്ഷനാണ്, ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്ന്. 2, വായ്പയാണ്, ഗവൺമെന്റിന്റെ ഗ്രാൻഡാണ്. ഏറ്റവും അവസാനത്തെ റിസോർട്ടാണ് വില വർധനം. എന്നാൽ ഏറ്റവും ആദ്യം അതെടുത്ത് ഉപയോഗിക്കാനാണ് KSEB എന്നും താല്പര്യം കാണിക്കാറ്. അതിന്റെ ഒരു എക്സാമ്പിൾ 2022 ഒരു പ്രൈസ് ഹൈക്ക് ശ്രമിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന 2022 നമ്മൾ ഒരു കാര്യം ചോദിച്ചു. അതിനൊക്കെ അപ്പം ആ സമയത്ത് 1000 കോടി എന്നതിൽ പമ്പിങ് ചെയ്തു. 2023 ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പ്രൈസ് ഹൈക്കാണ് എല്ലാത്തിന്റെയും സൊല്യൂഷൻ. സാറ് തന്നെ വളരെ വ്യക്തമായി മറുപടി കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ചെലവിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. സോ യു ആർ വിത്ത് us. താങ്ക് യു വെരി മച്ച്. രണ്ടാമത്തത് ഈ തൊഴിലാളികളുമായിട്ടുള്ള ചെലവ്. തൊഴിലാളികളുമായിട്ടുള്ള ചെലവ് ഞാൻ മനസ്സിലാക്കുന്നത്, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്, ഞാൻ തെറ്റാണെങ്കിൽ സാർക്ക് എന്നെ തിരുത്താം, 20% മുതൽ 30% വരെ മൊത്തം കോസ്റ്റിന്റെ ഒരു ചെലവിന്റെ ഭാഗമായി തൊഴിലാളി ചെലവ് വരുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി സാധ്യമല്ല. അത് അൺസസ്റ്റൈനബിൾ ആണ്. സുസ്ഥിരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സാധ്യമല്ല. അത് KSEB KSRTCയിലേക്ക് പോകുന്നതിന്റെ ചൂണ്ടുപലകയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ അസന്തുലിതാവസ്ഥയുള്ള ഈ സാലറി പ്രൊവിഷൻസ്, എന്നും ഒരു കാലത്തും തീരാത്ത പെൻഷൻ പ്രൊവിഷൻസ്, നമ്മുടെ ലൈഫ് സ്പാൻ കുറഞ്ഞ കാലത്തുള്ള പെൻഷനും ലൈഫ് സ്പാൻ കൂടി ഇക്കാലത്തുള്ള പെൻഷനും അന്നുണ്ടായ കാലത്തുണ്ടായ സാധനം ഇന്ന് കൊടുക്കാൻ പറ്റില്ല. ഐൻസ്റ്റീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡൂയിങ് സെയിം തിങ് ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട് ഈസ് നത്തിങ് ബട്ട് ഇൻസെനിറ്റി. ഒരേ കാര്യം ചെയ്യുക, വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാക്കാൻ പ്രതീക്ഷിക്കുന്നത് നഷ്ടപ്പെടാതാണ്. അന്ന് കാലത്തുണ്ടാക്കിയ പെൻഷൻ ഇന്ന് അതേ രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ലൈഫ് സ്പാൻ കൂടുതലാണ്, അന്ന് ലൈഫ് സ്പാൻ കുറവാണ്. അപ്പൊ ഒരുപാട് കാലം 90 വയസ്സുള്ള 1 ലക്ഷം രൂപയുടെ പെൻഷൻ പോകുന്നത് നീതീകരിക്കുന്നതല്ല. ഞാൻ ആരും വ്യക്തമായി എതിരല്ല. അടുത്ത ഉപഭാഗം വരും സർ. The policy of right people at the right place is an enemy to KSEB, sir. കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ആൾ എത്തുക എന്ന് പറയുന്നത് KSEB ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന്റെ കാരണം
ഈ കോമ്പീറ്റന്റ് അല്ലാത്ത ആളുകളെ വെക്കുന്നതിന് ചെറിയൊരു പ്രശ്നം പറഞ്ഞുതരാം. ഞാനൊരു എക്സാമ്പിൾ പറയാം, എല്ലാവർക്കും മനസ്സിലാവും സിമ്പിൾ ആയിട്ട്. സർ, നമ്മൾ ഏകദേശം 19,000-ൽ പരം സ്മാർട്ട് മീറ്റേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ കാരണം കൊണ്ട് അതിപ്പം വർക്ക് ചെയ്യണം. കോടികൾ ചെലവാക്കിയിട്ടാണ് ഈ സ്മാർട്ട് മീറ്റേഴ്സ് ട്രാൻസ്ഫോമറിന്റെ മുകളിൽ സെക്ഷൻ ടു സെക്ഷൻ ബിൽഡ് ചെയ്യുന്നിടത്ത്, സബ്സ്റ്റേഷന്റെ അവിടെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്ത് ഇവിടെയൊക്കെ നമ്മൾ സ്മാർട്ട് മീറ്റേഴ്സും കമ്മ്യൂണിക്കേഷൻ ഡിവൈസും വെച്ചതാണ്. ഏതോ ഒരാള് പ്രസരണ വിഭാഗത്തിൽ നിന്ന് വന്ന് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നു, ട്രാൻസ്മിഷനിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ഭാഗത്തേക്ക് വന്നു, വിതരണ വിഭാഗത്തേക്ക് വന്നു. വിതരണ വിഭാഗത്തേക്ക് വന്നപ്പോൾ അയാളുടെ ആദ്യത്തെ തീരുമാനം അതിലുണ്ടായിരുന്ന ഇൻബിൽറ്റ് വോഡഫോൺ സിം കാർഡ് റിന്യൂ ചെയ്യണ്ട. ഞാൻ മനസ്സിലാക്കുന്ന സാർ, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. അത് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസ്. എന്താണ് സ്മാർട്ട് ഡിവൈസ്? സ്മാർട്ട് മീറ്റർ സർ, സ്മാർട്ട് മീറ്റർ സത്യം പറഞ്ഞാൽ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് തുല്യ. കഴിഞ്ഞ വേനലിന് എത്ര ട്രാൻസ്ഫോമർ ഇല്ലാണ്ടായത്? കാരണം എന്താ? ഈ ട്രാൻസ്ഫോമർ വഹിക്കാൻ പോകുന്ന ലോഡ്, വഹിച്ചുകൊണ്ടിരിക്കുന്ന ലോഡ് ഇവൻ മാനുവലി പോയിട്ട് ചെക്ക് ചെയ്യണം. 8 മണിക്ക് ചെക്ക് ചെയ്യുന്നതല്ല 12 മണിക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു സർ, ഈ പീക്ക് അവേഴ്സ് നമ്മൾ പണ്ട് കാലം തീരുമാനിച്ചത് 6 to 10 ആ സർ. 6 to 10 ഇന്നും പീക്ക് അവേഴ്സ് ആണ് KSEBിക്ക് നേരെ കൊടുത്തിട്ടില്ല സർ. കാരണം 6 to 10 അല്ല ഇപ്പൊ പീക്ക് അവേഴ്സ്. അതിന്റെ കാരണം പറഞ്ഞുതരാം. 6 to 10 പണ്ട് നമ്മൾ ബൾബും ലൈറ്റും കത്തിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ അതിന് പകരം LED ബൾബാണ്. ശരിക്കും ഇപ്പൊ പീക്ക് അവേഴ്സ് ഞാൻ പല ആളുകളോട് സംസാരിച്ച് എനിക്ക് മനസ്സിലാവുന്നത് രാത്രി 10 തൊട്ട് 12 മണി വരെയാണ് AC ഉപയോഗിക്കുന്നത് സർ. ഇൻവെർട്ടർ AC ആയതുകൊണ്ട് 12 മണി എന്ന് പറയുന്നത്. അപ്പൊ പീക്ക് അവേഴ്സ് ഒക്കെ മാറി ഇവർ അറിഞ്ഞില്ല സർ, ഉറങ്ങിക്കിടക്ക്. ഇവരെ ഉറക്കത്തിനാണ് നമുക്ക് വില കൊടുക്കേണ്ടി വരുന്നത്. ശരി, അടുത്തത് സർ. സർ, പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇത് 3 കമ്പനിയാക്കി ഉൽപാദനം, പ്രസരണം, വിതരണം എന്ന് പറഞ്ഞ് 3 കമ്പനിയാക്കി മാറ്റണമെന്ന് KSEB പ്രപ്പോസൽ ഉള്ളതാ. ഞങ്ങൾക്കത് വേണ്ട. അവർക്കുള്ള ദുരന്തമറിയോ? ആർക്കും എവിടെയും കയറിച്ചല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോറി സാറല്ല, ഞാൻ പൊതുജനം കൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൊഡക്ഷനുള്ള ഒരാൾക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി നോ ക്ലൂ, ഒരു ഐഡിയ ഇല്ല സർ. ട്രാൻസ്മിഷനുള്ള ആൾക്ക് പ്രൊഡക്ഷനിലേക്ക് ഒന്നുമില്ല. ഇവർ മൂന്നാണ്. പക്ഷെ എന്താ ചെയ്യുക? ഇവർക്ക് ആർക്കും എവിടേക്കും ട്രാൻസ്ഫർ പ്രൊമോഷൻസ് കൃത്യമായി അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. 3 കമ്പനിയാക്കി അത് പറ്റില്ല. ഒരു ചാനലിലേക്ക് പോകാൻ പറ്റും, ട്രാൻസ്മിഷനിലേക്ക് പോകാൻ പറ്റും, ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്രശ്നം നിലനിർത്താതിരിക്കാൻ വേണ്ടിയാണ് ഇവർ 3 കമ്പനി ആക്കാത്തത്. അതുകൊണ്ട് ഞങ്ങൾ പൈസ കൊടുക്കേണ്ടി വരികയാണ് സർ. അടുത്തത്, എന്തുകൊണ്ടാണ് ഇവർ 3 കൊല്ലത്തേക്ക് നമുക്ക് പ്രപ്പോസ് ചെയ്യുന്നത്? മൾട്ടി ഇയർ MIT ശരിക്കും 2020 to 2027 5 വർഷത്തേക്കാണ് പ്രപ്പോസ് ചെയ്യുന്നത്. 2022, 23, 24, 25, 22, 23 അങ്ങനെ പോയി 24 ആ സാമ്പത്തിക വർഷത്തേക്ക് ഇത് പോകണ്ടല്ലേ സർ. അപ്പൊ അങ്ങനെ പോകുന്നതിന് പകരം അവർ 2022 ഹൈക്ക് ചോദിച്ചു. അവർ ഗവൺമെന്റ് ഗ്രാൻഡോ 1000 കോടി മറ്റോ പമ്പിന് വന്നെന്ന് പറഞ്ഞു. എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് കറക്റ്റ് ആണെങ്കിൽ 2023 വീണ്ടും ഹൈക്ക് ചെയ്തു. 2024 അവർ വീണ്ടും വന്നിരിക്കുകയാണ് പ്രൈസ് ഹൈക്ക്. കാരണം അവർക്ക് ലാസ്റ്റ് റിസോർട്ട് അല്ല സർ പ്രൈസ് ഹൈക്ക്. ഏറ്റവും അവസാനത്തെ എത്തിപ്പിടിക്കേണ്ട പരിഹാരമല്ല, അവർക്ക് ഏറ്റവും ആദ്യത്തെ പ്രൈസ് ഹൈക്കാം. സാറ് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ചെലവിനെ പറ്റി നമ്മുടെ പ്രസന്റ് ചെയ്യാനെങ്കിൽ സാറ് ചോദിച്ചില്ലേ? സാറിന്റെ ചോദ്യം കറക്റ്റാ സർ. താങ്ക് യു വെരി മച്ച് ഫോർ റെപ്രസെന്റിംഗ് us. സമ്മർ താരിഫ് ഇറ്റ്സ് എ ജോക്ക്. വേനൽക്കാലത്ത് 10% വില വർധനവ് വേണമെന്നാണ് പറയുന്നത്. ഇത് സത്യം പറഞ്ഞ ഒരു ജോക്കാണ്, ഒരു കൃത്യമായ തമാശ. എന്താണെന്ന് വെച്ചാൽ സർ, ഗൾഫ് ഏരിയയിൽ സർ വിമാനം പറക്കുന്നുണ്ട്. സമ്മർ വെക്കേഷൻ കാലത്ത് അവർ കൂടുതൽ ബിസിനസ് ചെയ്യുന്ന കാലം. അപ്പൊ പ്രവാസികൾ ഏറ്റവും കൂടുതൽ പിടിയുന്ന കാലം, കൂടുതൽ കച്ചവടം കിട്ടുന്ന കാലം. പ്രവാസികൾക്ക് മറ്റു വഴികളില്ല. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ടേംസിൽ when the demand is more, supply is like that. So ഡിമാൻഡിന്റെ കൂടുതലാവുമ്പോൾ സർ അല്ല പ്രവാസി വിഷയത്തിലേക്ക് സാർ ഞാൻ കോഴ്സിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ കോടതിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. എനിക്ക് സാറോട് പറയണ്ടേ? എനിക്ക് പറയണ്ടേ സാർ? അവിടെ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടെന്ന് പറയാനാണ് ധൈര്യം. ശരി, ആ DGCA പോലും ഇത് കാണുന്നില്ല. ശരി, DGCA അത് കാണുന്നില്ല. DGC അല്ല, അല്ലാതെ റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. അതോറിറ്റി പോലും. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു ഫോർ ദ നോളജ്. ഇറ്റ്സ് എ ഗ്രീറ്റ് ടു മീ. ഈ സമ്മർ താരിഫ് സർ, സമ്മർ താരിഫ് 10% കൂടുന്നു എന്ന് പറഞ്ഞാൽ സമ്മർ കാലത്താണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. കൂടുതൽ ഡിമാൻഡ് ഉള്ളപ്പോൾ കൂടുതൽ കച്ചവടം നടക്കും. കൂടുതൽ കച്ചവടം നടക്കുമ്പോൾ വില കുറയ്ക്കുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സമ്മർ താരിഫ് ശരിക്ക് ഇവർ എതിരെ ഉപയോഗിക്കുന്ന സാധനം അവർക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നു.
വേനൽക്കാലത്ത് കൂടുതൽ കച്ചവടം നടക്കും, അവിടെ കൂടുതൽ പൈസക്കല്ല കൊടുക്കേണ്ടത്, ഇളവ് പ്രഖ്യാപിക്കുക വേണ്ടത്. അതിനകത്ത് ഈ കറന്നെടുക്കുന്ന പരിപാടിയില്ലേ, സ്ക്യൂസിംഗ് മൈൻഡ് സെറ്റ്, അത് KSB ഒഴിവാക്കണം. ഇനി അടുത്തത് സർ, ടൈം ഓഫ് ദ ഡേ സർ, ടൈം ഓഫ് ദ ഡേ TOD ഒരു സമയത്ത് ഒരു ദിവസത്തെ സമയത്തിന്റെ അനുസരിച്ചാണ് വെക്കേണ്ടത്. ഏതോ കാലത്ത് നിശ്ചയിച്ച പീക്ക് അവേഴ്സ്, ഓഫ് പീക്ക് അവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു 6 മുതൽ 10 വരെയാണ് ഇപ്പോഴും പീക്ക് അവേഴ്സ്. അത് 10 മുതൽ 12 വരെയാണ് ഇപ്പോഴും. ആ പീക്ക് അവേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ TOD ഇവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അവതരിപ്പിച്ച രാജൻ സാർ പറയാനുള്ളത്, TODക്ക് പകരം ഡൈനാമിക് TOD വേണ്ടത്. അത് സീസണൽ ആയിരിക്കണം. എന്താണോ ഇത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നത്തെ പീക്ക് അവേഴ്സ് ആയിരിക്കില്ല 5 ഇയേഴ്സ് കഴിഞ്ഞാൽ. ഇത് ഏതോ ജപ്പാൻ കാലത്ത് തീരുമാനിച്ച നൂറ്റാണ്ട് വഴക്കമുള്ള ഓഫ് പീക്ക് അവേഴ്സും പീക്ക് അവേഴ്സും എടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ വാട്സപ്പ് വന്നു, കാലം മാറി, ഇൻവെർട്ടർ AC വന്നു, എല്ലാം വന്നു. ഇവരറിയില്ല, ഇവരിപ്പോഴും പീക്ക് അവേഴ്സ് ഓഫ് പീക്ക് അവേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് സർ, മുഹമ്മദ് റിയാസ് മന്ത്രി, അദ്ദേഹം ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് PWD റെസ്റ്റ് ഹൗസ് ഒരുപാട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് സർക്കാർ വരുന്നത്. ഇനിയും അത് ഉണ്ടായേക്കാം. നല്ലൊരു ഇനിഷ്യേറ്റീവിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. എന്നാൽ KSEBക്ക് പ്രൊജക്ട് ഏരിയയിൽ ഒരുപാട് ബംഗ്ലാവും, ഞാൻ എൻ്റെ ഭാര്യയും ബാണാസുര ഡാമിന്റെ അടുത്തുള്ള ഈ IBയിൽ പോയി സർ, KSEBയിലെ 20 രൂപ എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയില്ല അന്നത്തെ 20 രൂപയ്ക്ക് സ്ഥലം വിൽക്കുന്നു. അവിടെ ഇതൊക്കെ 20 രൂപയ്ക്ക് വെച്ചെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർക്ക് പോയി കണ്ടുപിടിക്കാനുള്ള എന്താണ് പറയുന്നത്. അങ്ങനെ ഞാൻ പറയുന്നില്ല സർ, ഞങ്ങൾ പറഞ്ഞു കേട്ടു. ശരി, അങ്ങനെ ഈ 20-30 രൂപക്കുള്ള പെർ ഡേ താരിഫ് വെച്ച ആ സ്ഥലത്ത് ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് അന്ന് എൻ്റെ കുട്ടികളെ കൊണ്ട് അവിടെ പോയി കിടക്കാൻ നോക്കിയിട്ട് അവിടെ റൂം എടുക്കാൻ അവർ തന്നില്ല. എന്തുകൊണ്ട് PWD റെസ്റ്റ് ഹൗസ് പോലെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന സംവിധാനം വരുമാനമല്ലേ? നിങ്ങൾ ഞങ്ങളെ പിടിയല്ലേ? നിങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, അതിന് പൈസ തരാം. മറ്റൊരു സാധനം പറഞ്ഞുതരാം സാറേ, എത്ര ബിൽഡിംഗ് ആണ് ഞാൻ ചോദിക്കുന്നത്. നല്ലോണം ഡീസൽ പ്ലാന്റ് സർ, അതുപോലെ ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റ് സർ. ഈ പ്ലാന്റ് ഒന്നാമത്തെ കാര്യം, അത് ഉണ്ടാക്കിയ സമയത്ത് അതിന് ഫീസിബിലിറ്റി നടത്താതെ ചെയ്ത് അത് 1-2 കൂട്ടിപ്പോയി സർ. ഇപ്പോഴത്തെ അവസ്ഥ തരും സർ, അവിടെയുള്ള എംപ്ലോയീസ് പൈസ കൊടുക്കണം. നോമിനലാണ്, മിനിമലാണ്, അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം. രണ്ടാമത്, ഈ നല്ലോണം പ്ലാന്റിന്റെ ലാൻഡ് എത്ര ലാൻഡ് എന്നറിയും, ബ്രഹ്മപുരം പ്ലാന്റ് എത്ര ഏക്കർ കണക്കിന് പ്ലാന്റുകളാണ്. ഈ ലാൻഡുകൾ വെറുതെ കിടക്കുന്നത്. ഇതൊക്കെ റീയൂസ് ചെയ്യണം. ഏതോ ഒരു കാലത്തിന് എന്തോ ഒന്നിന് കമ്മീഷൻ ചെയ്തു വെച്ച് ഞങ്ങൾ ഭാരം വയ്ക്കേണ്ട കാര്യമില്ല. KSEBിക്ക് ശമ്പളം എഴുതി തരുന്ന പണിയെടുക്കണം. അടുത്ത സർ, എത്രയോ ക്വാർട്ടേഴ്സ്, എത്രയോ ബിൽഡിംഗ്, വേറെയും പല ലാൻഡ്സ്. ഇതൊക്കെ എന്തുകൊണ്ട് കൃത്യമായി ഈ അസറ്റ്സ് ഇപ്പൊ നോൺ പെർഫോമിംഗ് അസറ്റായി മാറിക്കൊണ്ടിരിക്കുക സർ. ഇത് NPA ആയ പറ്റില്ല. ഇത് ഇൻകം ജനറേറ്റിംഗ് പ്രോഫിറ്റ് യൂണിറ്റ് ആയി മാറ്റണമെന്ന ഒരു തരത്തിലേക്കുള്ള ഒരു പ്രപ്പോസലാണ് വെക്കാറ് സർ. അടുത്തത് വളരെ ഫണ്ണി മാറ്ററാണ്, ഡാമേജ്ഡ് മീറ്റർ. KSEBിയുടെ അന്വേഷണം എനിക്ക് മനസ്സിലായത്, വീടുകളിൽ സ്ഥാപിക്കുന്ന മീറ്റർ കേടായത് മാറ്റിവെച്ചത് 20%. അത്രയും വീടുകളിൽ ഡാമേജ് ആയിട്ടുള്ള മീറ്ററാണ്. അതുകൊണ്ട് മീറ്ററില്ല. അപ്പൊ എന്താ ചെയ്യാൻ അറിയോ KSEB? കഴിഞ്ഞ 3 ബില്ലിംഗ് സർക്കിൾ എടുത്ത് അതിന്റെ ആവറേജ് എടുക്കും. ഈ ആവറേജ് എടുത്താണ് അവർ ബില്ല് ചെയ്യാം. എന്തുകൊണ്ടാണ് മീറ്ററിനകത്ത് നോ സ്റ്റോക്ക് എന്ന് പറയാൻ കാരണം? കൃത്യമായി പർച്ചേസ് പ്ലാൻ ഇല്ല, കൃത്യമായ ഫോർകാസ്റ്റിംഗ് ഇല്ല, ബജറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. പണിയെടുക്കരുത്, ഒരു വില വർദ്ധിച്ചോളൂ. ഈ തരത്തിലുള്ള രീതി നടക്കില്ല. ഈ മീറ്റർ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആ പരിശോധിക്കുന്നത്. കാരണം ഈ 3 മാസത്തെ 3 ബില്ലിംഗ് സൈക്കിളിന്റെ ബില്ല് അവരോട് കൊണ്ട് ഈ ആവറേജ് ആയിട്ട് മറ്റൊന്ന് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ KSEB നഷ്ടം വരുന്നുണ്ട്. ഇയാൾ വേനൽക്കാലത്തെ 3 സൈക്കിളിലായിരിക്കും സാർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇയാൾ ഉപയോഗിക്കുന്നുണ്ടാവുക വർഷക്കാലത്തായിരിക്കും, മഴക്കാലത്തായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചാവും. എങ്ങനെയായാലും അത് KSEBക്ക് നഷ്ടമാണ്, അല്ലെങ്കിൽ അത് കസ്റ്റമറിന് നഷ്ടമാണ്. ഈ കൺസ്യൂമറിനും വിന്നല്ല, KSEBക്ക് വിന്നല്ല. രണ്ടുപേർക്കും വിൻ ആയിട്ടുള്ള സൊല്യൂഷൻ നടത്തിക്കൂടെ? ഒരാളെയാണ്, ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് ആദ്യം വിളിച്ചത്. അല്ലാതെ അതിനിടയിൽ വഴക്ക് കൂടേണ്ട ആൾക്കാർ നിങ്ങളല്ല.
ഇവിടെ ഡയസിൽ ആളുകളുണ്ട് നിയന്ത്രിക്കാൻ. ആ റോള് ഏറ്റെടുക്കണം. നിങ്ങളുടെ റോള് നിങ്ങളുടെ നേതാവ് പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടാണ്. അദ്ദേഹം ഒരു സീനിയർ സിറ്റിസനോട് എഴുന്നേറ്റ് അങ്ങോട്ടൊന്ന് നോക്കുക. ഒരു പ്രായമായ മനുഷ്യനാണ്. എന്ത് പറയാനായിരുന്നു എഴുന്നേറ്റ് തന്നെ പറയും. കൂടുതൽ ദയവേത് അത് ഡയസിലും തീരുമാനിക്കാം. നിങ്ങളുടെ നേതാവ് പറയുമ്പോൾ കൈയടിക്കുന്നതും ബഹളം വയ്ക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായാലും എല്ലാവരും മൈക്ക് അദ്ദേഹത്തിന് കൊടുത്ത് എല്ലാവരും മൈക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ. എന്തായിരുന്നു പറയാനുള്ളത്? ഇതൊരു പ്രായമായ മനുഷ്യനാണ്. നമ്മൾ പ്രിയമത്തെ കേൾക്കാനില്ലല്ലോ. അദ്ദേഹത്തിന് അവസരം കൊടുക്കും. അതിനെല്ലാവരും കൂടെ കൊണ്ട് കൂടി തോപ്പിക്കണ്ട. അത് ശരിയല്ല. പ്ലീസ്. എൻ്റെ പേര് സ്വാമി. ഞാൻ പൂവോത്ര സമിതിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഗാന്ധി എന്തെങ്കിലും ചോദിക്കാനാണോ? ജില്ലാ കോർഡിനേറ്ററാണ്. അല്ല അപ്പൊ അദ്ദേഹം അങ്ങനെ വിളിക്കും. ആ ലിസ്റ്റിൽ ഞങ്ങളുടെ സെക്രട്ടറി അവിടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സംഘടനയിലെ ആൾക്കാരെ വിളിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പറയാനും പൂർത്തിയാക്കാനും നമ്മൾ സമയം കൊടുത്തില്ലെങ്കിൽ എല്ലാവർക്കും സമയം നഷ്ടപ്പെടും. അതാണ് കാര്യം. താങ്ക് യു വെരി മച്ച്. ജസ്റ്റ് ടു സ്റ്റേ പൊളിറ്റിക്കലി കറക്റ്റ്, ഞങ്ങളെ സാമർത്ഥ്യപാടിക്കാർ 10 പേരുള്ളൂ. ഞങ്ങൾ കൊച്ചു സംഘടനയാണ്. ഞാൻ ആരുടെയും നേതാവല്ല സർ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ എനിക്ക് അറിയുന്നവരുമല്ല. അത് ഒന്ന് ജസ്റ്റ് മേക്ക് സർ. അടുത്തത് ഈ മീറ്റർ 20 മിനിറ്റ് പോയല്ലോ. അതുപോലെ തന്നെയാണ് ഈ സ്മാർട്ട് മീറ്റർ സർ. നമ്മളൊരു പൊറാട്ടയുടെ പകുതി സ്വിഗ്ഗീസിനെ വിളിച്ചാൽ വീട്ടിലെത്തിക്കുന്ന കാലത്ത് നമുക്ക് ഇപ്പോഴും പ്രീപെയ്ഡ് പറ്റില്ല. KSEB-യിലെ ആള് വന്ന് നേരത്തെ മീറ്റർ മാനുവൽ നോക്കി എന്നിട്ട് മീറ്റർ ബില്ല് പ്രിന്റ് ചെയ്യണം. ഇവിടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ലൈൻമാൻ വന്ന് നോക്കണം സർ. വി ആർ ഇൻ ദ ഏജ് ഓഫ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് സർ. ഓഫീസിൽ ഇരുന്ന് നമുക്ക് മുൻകൂട്ടി സ്മാർട്ട് മീറ്റർ ഉണ്ടെങ്കിൽ ഏതൊക്കെ വീട്ടിൽ, ഏതൊക്കെ സെക്ഷനിൽ, ഏതൊക്കെ സബ്സ്റ്റേഷനിൽ, ഏതൊക്കെ ട്രാൻസ്മിഷനിൽ എന്ത് പ്രോബ്ലം ഉണ്ട് എന്ന് പറയാൻ വീട്ടിലിരുന്ന് കഴിയാവും. KSEB കമ്പ്യൂട്ടറൈസേഷൻ ഉണ്ട്, അപ്രീഷിയേറ്റ്, അതിൽ തെറ്റുന്നില്ല. പക്ഷേ ഈ കമ്പ്യൂട്ടറൈസേഷൻ ചെയ്തുകൊണ്ട് ഒരു ഗുണമില്ല. ഇയാൾ ഈ മീറ്റർ വെച്ച് വീട്ടിൽ കണ്ടക്ടർ വന്നതിനും കൂടി കുത്തിക്കുറിച്ച് നമുക്ക് തരുന്നത്. ഇത് നിർത്താൻ സമയമായി സാർ. ഒരു മീറ്റർ വെച്ചാൽ ജനങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്. ആ സ്മാർട്ട് മീറ്റർ അദ്ദേഹത്തിന് ആ സെക്ഷൻ ഓഫീസർക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ നിന്റെ വീട്ടിൽ എന്താ പ്രശ്നം. നമുക്ക് പ്രീപെയ്ഡ് എടുക്കാൻ ഒരാഴ്ചത്തേക്ക് കണക്ഷൻ എടുക്കാൻ വൈദ്യുതിയുടെ. ശരി സാർ. ഇല്ല, ഞാൻ നിന്നില്ല. കഴിയാതെ സാർ. അടുത്തത് ഈ ട്രാൻസ്മിഷൻ പ്രസരണ സമയത്തുള്ള നഷ്ടം വലിയ നഷ്ടം സാർ. ഏകദേശം 10-20 പോകുന്നതാണ് അറിയേണ്ടത്. കൃത്യമായ കണക്ക് എനിക്ക് അറിയില്ല, സാറിന് അറിയായിരിക്കും. ഈ പ്രസരണ സമയത്തും ട്രാൻസ്മിഷൻ സമയത്ത് നടക്കുന്ന നഷ്ടത്തിന് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് ഏരിയൽ ട്രാൻസ്മിഷൻ കേബിൾ, ലോ ടെൻഷൻ. മറ്റൊരു നമ്മൾ ഭൂമി കൂടെ പോകുന്നത് ഹൈ ടെൻഷൻ. ഈ ABC കേബിൾ, ക്രോസ് ലിമിറ്റഡ് പോളിത്തീൻ XLP, ഈ XLP കേബിൾ ആണെങ്കിൽ നമ്മൾ സ്ലോലി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റഡ് കേബിൾ, പ്രസരണ നഷ്ടം ഉണ്ടാകില്ല. അതിനുവേണ്ടി നമ്മൾ വളരെ പതിയെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ KSEB-ക്ക് പുതിയ കണക്ഷൻ കൊടുത്താൽ അവർ ABC-യിൽ ഉപയോഗിക്കുക. പണ്ടത്തെ ജാപ്പാൻ പഴയ കേബിൾ ഉണ്ട്. എന്തിനാ അത് വലിയ പർച്ചേസ് ചെയ്യണം? ഇതൊക്കെ വെസ്റ്റേൺ ഇൻഡസ്ട്രി സർ. ഇവർ കോസ്റ്റ് കൂട്ടുന്നതിന്റെ ഒരു കാരണം പറഞ്ഞേ ഉള്ളൂ. അടുത്ത സർ, KSEB-ന് ഒരു പ്രോമിസ് ആണ്. ഏറ്റവും വലിയ ചീറ്റിംഗ് ആണ് സർ. ഇത് പറയാതിരിക്കാൻ കഴിയില്ല സർ. BPL വിഭാഗത്തിന് ഞങ്ങൾ 80 യൂണിറ്റ് ഫ്രീ തരുന്നു. ആരുടെ പ്രഖ്യാപനം അറിയോ? KSEB-യുടെ പ്രഖ്യാപനം. ഈ തരത്തിൽ വൈദ്യുതി വകുപ്പ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 80 യൂണിറ്റ്. അത് BPL-ന്റെ കൂടെ ക്യാൻസർ ആണെങ്കിലോ, ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അത് 100 യൂണിറ്റ് 2 മാസത്തേക്ക് ഫ്രീ ആ സർ. അത് ഭിന്നശേഷിക്കാരാണെങ്കിലോ അപ്പോഴും 100 യൂണിറ്റ് ഫ്രീ ആ സർ. അത് എൻഡോസൾഫാൻ കാസർഗോഡാണെങ്കിലോ അവർക്ക് പിന്നെ കൃത്യമായിട്ട് കുറഞ്ഞ കമ്മ്യൂണിറ്റി ചെയ്തിട്ട് അവർക്ക് 100 യൂണിറ്റ് ഫ്രീയാ. ഈ 100 യൂണിറ്റ് ഫ്രീയാ. അവർക്കല്ലാതെ വേറെ ആർക്കും കിട്ടുന്നില്ല സർ. 12 ലക്ഷം മുതൽ 17 ലക്ഷം വരെ BPL ഉണ്ട് കേരളത്തിൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണക്കാണ് പറയുന്നത്. ഇതിൽ 75,000 പേര്, ഇതല്ലാതെ 75,000 ഫാമിലി അതിദാരിദ്ര്യരാണെന്ന് സർക്കാരിന്റെ കണക്കാണ്. എന്നിട്ട് 12 ലക്ഷത്തോ അല്ലെങ്കിൽ 19 ലക്ഷത്തി 75,000 ഉണ്ടായിരിക്കുന്ന ആ ജനവിഭാഗത്തിൽ നിന്ന് സർ 20,000 പേർക്ക് ഈ സബ്സിഡി കിട്ടുന്നുള്ളൂ. കാരണം എന്താ അറിയോ സർ? KSEB-ന്റെ അടുത്ത് ഈ ഡാറ്റ ഇല്ല. ആരൊക്കെയാ BPL ഇടുന്നത്,
അത് പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. ഭക്ഷ്യ സുരക്ഷയായിട്ട് ബന്ധിപ്പിക്കണം സാർ. ആധാറും പാൻ കാർഡും ബന്ധിപ്പിച്ച് ഞങ്ങളുടെ ലൈഫ് പോയി അവരോടൊന്ന് ബന്ധിപ്പിക്കാൻ പറയും. അടുത്തത് ഈ വൈദ്യുതി താരിഫ് അനുസരിച്ച് ഒരു BPL കൊടുക്കുന്ന 80 പറഞ്ഞത് സാർ. ഇവരെങ്ങാണ്ട് 81 പോയാൽ അവർക്ക് ആ ഒരു യൂണിറ്റ് അല്ല കൊടുക്കേണ്ടത്. ആ BPL-കാരൻ, ആ ക്യാൻസർ ഉള്ളവൻ, ആ ഭിന്നിപ്പുള്ളവൻ 81 കൊടുക്കണം സാർ. 80 വരെയാണ് യൂണിറ്റ്, 81 കൊടുക്കണം. എന്നാൽ തമിഴ്നാട്ടിൽ 100 യൂണിറ്റാണ് ഫ്രീ. 100 യൂണിറ്റ് ഫ്രീ, 200 യൂണിറ്റിനേക്കാൾ പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് വരാം. ഡൽഹിയും പഞ്ചാബും ഒക്കെ ഉണ്ട്. ഡൽഹിയിൽ 2 മാസത്തേക്ക് 400 യൂണിറ്റ് ഫ്രീ ആണ്. പഞ്ചാബില് 600 യൂണിറ്റ് ഫ്രീ ആണ്. കർണാടകയിൽ കൊടുക്കുന്നത് 100 യൂണിറ്റ്. അതിൽ വേറെ അത് കൊടുക്കുന്നത് എനിക്കറിയില്ല, എന്റെ ഡാറ്റ ബാങ്കിൽ. അപ്പോ ഈ പറയുന്ന തമിഴ്നാട്ടിൽ 100 യൂണിറ്റ് ഫ്രീ ഉള്ള തമിഴ്നാട്ടിൽ 1 യൂണിറ്റ് അധികമായാൽ അതിനാ 1 യൂണിറ്റിന് മാത്രമേ കൊടുക്കുന്ന സമയം. ഇവിടെ 81 കൊടുക്കണം. അപ്പൊ ഈ ക്യാപ്പ് ഒന്ന് കുട്ടിയല്ല, അതായത് ഇവര് 150 വരെ ആയാലും അവർ 50 കൊടുത്താൽ മതി നാട്ടിയാൽ ആ പ്രശ്നം പരിഹരിക്കാം. ഇതാർക്ക നേരം സാർ. അടുത്തത് 1000 വാട്ട്സാണ് ഇവർക്കുള്ള ആ യൂണിറ്റിന്റെ ഇത്. 1000 വാട്ട്സ് ഉപയോഗിക്കാനാണ് സാർ. ഒരു മിക്സി ഉപയോഗിക്കാൻ 1000 വാട്ട്സ് ഉണ്ട് സാർ. ഒരു മിക്സി ഉപയോഗിച്ച 1000 വാട്ട്സ്. അപ്പൊ ഈ 1000 വാട്ട് ഇവർ അപ്പൊ ചോദിക്കുന്നത് BPL നീയാണോ മിക്സി ഉപയോഗിക്കാൻ? ഈ തരത്തിലുള്ള ചിന്താഗതി KCB മാറ്റം, ചേർത്ത് പിടിക്കണം, ഇൻക്ലൂസിവിറ്റിയാണ്. ഈ 1000 വാട്ട്സ് 2000 പ്രശ്നത്തിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഒരു ഓഫർ പറയുക, ആർക്കും അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഓഫർ. ദിസ് ഇസ് നത്തിങ് ബട്ട് എ ജോബ് സാർ. സാർ അടുത്തത് കഴിഞ്ഞു സാർ. പ്ലീസ് സാർ, പ്ലീസ് കുറച്ച് പ്രിപ്പയർ ചെയ്തോണ്ടാ സാർ. സാർ വേറൊരു പ്ലീസ് 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 സാർ 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 ശബ്ദം പറയേണ്ടത് അല്ല. ഒരു നിമിഷം. ഇത് വേറുള്ളവര് ഈ സംസാരിക്കുന്നതിനിടയിൽ കമ്മീഷനോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അവിടെ കിടന്ന് വെള്ളം വയ്ക്കണ്ട. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഒരു സാമാന്യ മര്യാദ അത് മനസ്സിലാക്കുക. 2, അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ ഇരട്ടിയിലേറെ സമയം കൊടുത്തു. പ്രസക്തമായ കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ പറയണമെന്ന് പറഞ്ഞതിന് പകരം അദ്ദേഹം പഞ്ചാബിലേക്കും ഗുജറാത്തിലേക്കും തമിഴ്നാട്ടിലേക്കും പോയത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇവിടെ ഇരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവിടെ സംസ്ഥാന ഗവൺമെന്റുകൾ ബഡ്ജറ്റിലൂടെ സബ്സിഡി കൊടുത്തിട്ടാണ് നടപ്പാക്കുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞത്. പാതി വിവരങ്ങൾ മറച്ചു വെക്കുകയും പാതി വിവരങ്ങൾ മറച്ചു വെക്കുകയും നമുക്കിഷ്ടമുള്ള പാതി മാത്രം പറയുകയും ചെയ്യുന്നതോട് കേട്ടിട്ടില്ല. ശരി സാർ, എനിക്ക് അനുയായികളില്ല. ഞാൻ ആ 20 പേരെ കൂടിയാ വന്നേ. ഇവിടെ 150, 200, 1000 പേര് ഇരിക്കുന്നു. എനിക്ക് അനുയായികളില്ല. എന്റെ അനുയായി ഞാൻ തന്നെ അനുയായിയാണ്. അതാണ് പ്രശ്നവും. നിങ്ങളോടൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഈ ഇന്നത്തെ പെറ്റീഷനിൽ അത് എന്തില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ എന്ത് വേണമെന്ന് പറയാം. സമയം കഴിഞ്ഞു. ഒരാളവിടെ വിളിച്ചു. അവിടെ അയാൾക്ക് കൊടുക്കേണ്ട സമയം എത്രയാണെന്ന് അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങിയായി. പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്റെ കഴിഞ്ഞു. ഞാനത് പറഞ്ഞു. ഞാൻ കഴിഞ്ഞു. ഹലോ, എന്റെ പ്രസന്റേഷന്റെ 1ാം ഭാഗം കഴിയാണ്. ഹലോ സർ എന്റെ പ്രസന്റേഷൻ ഹലോ പ്ലീസ് ഞാൻ വളരുന്നില്ല. ഒന്നും കൊണ്ട് നോക്കണേ. അതായത് നിയമസഭയല്ല, അഡ്വർടൈസ്മെന്റ്, കേബിൾ ഓപ്പറേറ്റേഴ്സ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ KSEBക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു സാധന സർ. മെട്രോ മില്യൻസ് ഉണ്ടാക്കുന്നത്. KSEBക്ക് നേരല്ല. പൈസ എന്തൊക്കെ വഴികളിൽ കൂടെ ഇവരുടെ ഇത്രയും പ്രോപ്പർട്ടി, ഇത്രയും യൂണിറ്റ്സ്, ഇത്രയും ഓഫീസസ്
ഇത്രയും റിസോഴ്സസ് അഡ്വർടൈസ്മെന്റിന് മാറ്റിവെച്ചാൽ അപകടകരമല്ലാത്ത സ്ഥലങ്ങളിൽ അഡ്വർടൈസ്മെന്റ് മാറ്റിവെച്ചാൽ കോടികൾ കൊയ്യാം പ്രൈസ് സഹായിക്കും. പിന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ്, ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നമ്മുടെ പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന് എതിരല്ല, എന്നാലും അതിനൊരു മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല സർ. അതുകൊണ്ട് തന്നെ ഒരുപാട് ലോസ് ഓഫ് ഇൻകം ഉണ്ടാവുകയാണ്. അത് കൃത്യമായിട്ടുള്ള കോൺട്രാക്റ്റിലാണോ, അത് കോൺട്രാക്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു മോണിറ്ററിംഗ് റിവ്യൂ സിസ്റ്റം ഇല്ല സർ. കേബിൾ ടി വി ഞാനിപ്പോൾ 2 പറഞ്ഞുള്ളൂ. ഇത്തരത്തിൽ ഒരുപാട് ലോസ് ഓഫ് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നു. ടൂറിസം കൃത്യമായി നടത്താത്തതുകൊണ്ട് എത്ര ഡാമുകളും റിസർവോയറുകളും അല്ലാതെ എന്തുകൊണ്ടാണ് അത് ആ തരത്തിൽ ഉണ്ട്. പക്ഷെ അതൊക്കെയും വേറെ അർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സാധാരണ മനസ്സിലാക്കണം. ലാസ്റ്റ് സർ ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എന്തിനാണ് ഈ 2 മാസത്തെ ബില്ലിംഗ് എന്ന് മനസ്സിലാവുന്നത്? എന്തിനാണ് 2 മാസത്തെ ബില്ലിംഗ് മനസ്സിലാവുന്നില്ല? ലോകത്തെ എല്ലാ സ്ഥലത്തും, പഞ്ചാബിലും ഡൽഹിയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഇന്ത്യയിൽ മൊത്തം 2 മാസം ബില്ലിംഗ് സൈക്കിൾ ഇല്ല. ഇത് പറ്റിയൊരു പരിപാടി. 1 മാസത്തെ ബില്ലിംഗ് സൈക്കിളിലേക്ക് വരണം. അതിനവർ കാരണം പറയുന്നില്ല, ഇത് കുത്താനുള്ള എംപ്ലോയീസ് കൂടണം. നിങ്ങൾ കുത്തല്ല, സ്മാർട്ട് മീറ്റർ വെച്ചാൽ മതി, പ്രശ്നം തീർന്ന്. എഫിഷ്യൻസി കൂടി, സമയലാഭം ഉണ്ടായി, കച്ചവട ലാഭം ഉണ്ടായി, ചെലവ് കുറഞ്ഞു. ഇതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട. അങ്ങനെയുള്ള സംവിധാനം നിന്നിട്ട് കാലങ്ങളായി, നൂറ്റാണ്ട് പഴക്കമുള്ള സംവിധാനം കൊണ്ടുവന്നിട്ട് പറയാം. സർ, എന്റെ 2ാമത്തെ സെക്ഷൻ ഇത് കഴിഞ്ഞു, പ്രൈസ് ഹൈക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇതിന് കൂടെ തന്നെ ഉപമായി രാവിലെ തുടക്കത്തിലെ പറഞ്ഞിരുന്നു സർ. എനിക്ക് 3 കാരണങ്ങൾ പറയാനുണ്ട്. ഈ പബ്ലിക് ഹിയറിംഗ് നള്ളൻ വോയിഡാണ്, അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ ഞാൻ അനുവദിക്കണം. കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല, ജനങ്ങൾക്ക് അറിയില്ല. കാരണം കൃത്യമായി സിമ്പിളായി ന്യൂസ് പേപ്പറിൽ സിമ്പിളായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവിടെ കാണിച്ച കവിതയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, ഒരു കൃത്യമായ രീതിയിൽ 111 പേജുള്ള പ്രപ്പോസലാണ്. ഇത്രയും ലേൺഡ് ആയിട്ടുള്ള, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ടെക്നിക്കലി സപ്പോർട്ടുള്ള, നിയമപരമായി സപ്പോർട്ടുള്ള ഒരു കമ്മീഷൻ 111 പേജുള്ള പ്രപ്പോസൽ ആയിട്ട് കൊടുത്തേ നമുക്ക് ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു പ്രസിദ്ധീകരിച്ചു. നമുക്ക് മനസ്സിലാവില്ല, ഇവർക്ക് മനസ്സിലായാൽ മതി. ആ 111 പേജുകൾ സാറിന് അറിയോ? റെഫർ ടു സുപ്രീം കോടതി വെർഡിക്ട് സർ. എൻവയറൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആക്ട്, അത് സെൻട്രൽ ഗവൺമെന്റ് 5-6 വർഷം മുമ്പ് കൊണ്ടുവന്നപ്പോഴേ, EIA ഇമ്പാക്ട് ആ അസസ്മെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോഴേ ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ഇമെയിൽ അയച്ചു, ലക്ഷങ്ങൾ ഇമെയിൽ വന്നു. അങ്ങനെ ഇവര് ആ ഇമെയിൽ വന്നു പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് സുപ്രീം കോടതി ഇടപെടുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത്? കാരണം ഇതിൽ 10-29 ഭാഷ സംസാരിക്കുന്ന മനുഷ്യന്മാരുള്ള നാടാണ്. നിങ്ങൾ ഇംഗ്ലീഷിലാണ് EIA ഡ്രാഫ്റ്റ് ബിൽ അയച്ചിരിക്കുന്നത്. ഇത് നോക്കി ഇവരെങ്ങനെയാണ് റിവ്യൂ നടത്തുക? സർ, ഈ കാണുന്ന പ്രപ്പോസൽ വായിച്ച് മനസ്സിലാക്കാൻ എന്ത് എഫേർട്ടാണ്? 4-5 കള്ളികൾ വരച്ച സാധനമല്ലാതെ കൃത്യമായി മലയാളത്തിൽ എഴുതി തയ്യാറാക്കിയ ക്ലാസുകൾക്ക് സംഘടിപ്പിച്ചില്ലേ? അതുപോലെ വാർഡ് സഭകളിൽ ക്ലാസ് കൊടുക്കാൻ പറ്റുന്ന സെക്ഷൻ ഓഫീസർ ഇവർക്ക് എന്തുകൊണ്ട് ആ തരത്തിൽ ചെയ്യില്ല? ഗ്രാമസഭ ഉപയോഗിക്കാം, വാർഡ് സഭകൾ ഉപയോഗിക്കാം, അച്ചടിക്കാം, ഒരു ചെലവ് കേസിരിക്കില്ല. ഒരു 15 ഇവിടെ അരമണിക്കൂർ ചെലവഴിച്ചില്ലേ? 15 മിനിറ്റ് ഗ്രാമസഭയിലും വാർഡ് സഭയിലും കൊടുത്താൽ മതി സർ. അത് ചെയ്യില്ല. അടുത്തത് സർ, അടുത്തൊന്നുകൂടെ സർ, ഒരു ന്യൂസ് പേപ്പർ, ഏതോ 2 മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും രാജൻ സാറിന്റെ സംസാരിക്കൊണ്ട് വ്യക്തമായി പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്ററി സ്റ്റേറ്റ്. കുറെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മമ്മൂട്ടിയുടെ ലാംഗ്വേജ് പറഞ്ഞ പോലെ പോവും. ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി ഇവിടെ പത്രം വായിച്ച പല പത്രത്തിൽ വരണം. ഇത് കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാരണത്തിന് വേണ്ടി ലഘുലേഖ വിതരണം ചെയ്ത് വാർഡ് സഭയും ഗ്രാമസഭയും മുന്നോട്ട് പോകാൻ. സാർ, ഞാൻ ഇതൊരു കാര്യം, ഒറ്റ കാര്യം സാർ, ഇവിടെ കാസർഗോഡ് വയനാട് എന്നുള്ള എത്ര പേര് കേട്ട്? കണ്ണൂരിൽ എത്ര പേര്? ഒരാൾ. ആ എനിക്ക് തോന്നുന്നത് പേരുള്ളൂ ജില്ലയിൽ സാർ. ആ 3 പേര് 6 പേരുള്ളൂ മൊത്തം ജില്ലയിൽ. സാർ, 4 ജില്ലയിലുള്ള ആൾക്കാർ ഇവിടെ വരേണ്ടതാ. ഈ കോഴിക്കോടുള്ള ആൾക്കാർ പോലും സ്ഥലം തയ്യാറെടുത്ത് 100 പേർക്ക് പ്ലാൻ ചെയ്ത് എന്നിട്ട് അതിന്റെ ആ പാർട്ടീഷൻ സാറ് എന്നതിന് മുമ്പാണ് പാർട്ടീഷൻ നിൽക്കുക. എന്നിട്ട് സാറിന്റെ ഉത്തരവാദിത്തത്തിൽ ഇവിടെ കൊണ്ടുപോയി വെക്കുക. സാർ, ഒരു ജില്ലക്ക് തന്നെ അങ്ങനെ കഴിയുന്നില്ല. സാറ് തന്നെ കൂടി ആകെ ഇന്നിവിടെ 4-ാം തീയതി പാലക്കാട്, 5-ാം തീയതി എറണാകുളം, 10-11 തിരുവനന്തപുരം. ഈ സമയത്ത് ഇത്രയും സ്ഥലത്ത് വെച്ച് സാറേ 14 ജില്ലയിലെ 3.5 കോടി ജനങ്ങളിൽ ഒരു 10% സാറ് സംസാരിക്കുന്ന ആഗ്രഹം വേണ്ടേ? അതുകൊണ്ട് സാറിന്റെ ഈ ഡെമോക്രാറ്റിക് മൈൻഡ് സെറ്റ് വെച്ച്, സാറിന്റെ ഈ ഇൻക്ലൂസീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇന്ന് സാറ് കാണിച്ചു വെച്ച സാധനങ്ങളുണ്ടല്ലോ, ആ ഒരു സാധനം വെച്ച് സാറിന് പറയുന്നത് സാർ,
പ്ലീസ് ഡു കണ്ടക്ട്. അല്ലെങ്കിൽ ഇന്നിത് നടക്കുന്നത് നല്ലൻ പോയിന്റാണ് ആം ആദ്മി പാർട്ടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഈ സീറ്റിംഗ് ഒരു കാരണവശാലും ജനാധിപത്യപരമല്ല, നിയമപരമല്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടില്ല, ജനങ്ങൾക്ക് അറിവ് നൽകിയിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിയാൽ സാർ ഞാൻ നിർത്തുന്നതിന് കൺക്ലൂഷനിൽ വെച്ചതാണ്. അത് ഒന്നേ ഉള്ളൂ സർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ 10ാം ക്ലാസ് പാസ്സാകാത്തവരെ ഇവർ ജോലിപ്പെടുന്നു. അതിന്റെ നന്മയെ മനസ്സിലാക്കി സർക്കാർ ഒരു നന്മ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ ഇല്ലാത്ത സമൂഹത്തിലെ അവല വിഭാഗത്തെ ചേർത്ത് പിടിക്കാനുള്ള നന്മയുണ്ട് സർ. ആ നന്മയെ കാണാനില്ല. പക്ഷേ ഇവിടെ ഡേഞ്ചർ അവിടെ അല്ല, അവരെ ഇലക്ട്രിക്കൽ വർക്കറായിട്ട് അടിക്കുക. എന്നിട്ട് അവർക്ക് കാലക്രമേണ പിന്നെ അവർ ടെക്നിക്കലായിട്ട് അവർക്ക് കാലക്രമേണ അവരെ ലൈൻമാനായിട്ട് പ്രൊമോട്ട് ചെയ്യും. അവിടെ തീരുമാനം സർ. ഈ 10ാം ക്ലാസ് പാസ്സാക്കാത്തവന് പിന്നെ ഓവർസിയറാണ്. പിന്നെ ഓവർസിയർ ആക്കിയവനെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആക്കും. ഇല്ലാന്നിട്ട് പറയട്ടെ, ഈ രാജൻ സാറിനോട് പറയട്ടെ, അത് കഴിഞ്ഞ് AC ആക്കിയത് പോലും ഉണ്ട്. അത് എവിടെ കിടക്കുന്നറിയോ? അവിടെ പോലും 10ാം ക്ലാസ് പാസ്സാക്കാത്തവൻ ശരിയാണ്, പഴയ തലമുറയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു നോക്കും. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്നത് ഈ ഫീസ് ഇവനാ 10ാം ക്ലാസ് പാസ്സാക്കാത്തനാ. എന്റെ സംശയം ഇങ്ങനെയുള്ളവരെ ഒരു മിനിറ്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടായിരുന്നു ITI പഠിച്ചു വരണം സർ. ITI ക്വാളിഫൈഡ് ആകണമെന്നായിരുന്നു നിയമം. ഈ നിയമം അതിജീവിച്ചാണ് നമ്മൾ 10ാം ക്ലാസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, സമൂഹത്തിൽ പഠിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള പാപങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്ര സ്കീമുകൾ നല്ലതാണ് സർ. പക്ഷേ ഇതിന്റെ ഉള്ളിക്കറ്റിയാണെങ്കിലും അവൻ ITI പഠിക്കപ്പെടണ്ടേ? ആ വിദ്യാഭ്യാസം അവർ കൊടുത്തില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സർ, ലാസ്റ്റ് ആകാശത്തെ കൂടി ജീവിച്ചിടാം. ലാസ്റ്റ് സർ, അവസാനത്തത് ഈ പറയുന്ന ഡ്രൈവർ 1,12,000 രൂപയാണ് ഇപ്പൊ അയാളുടെ സാലറി. ഇത് പറയട്ടെ, ഏതെങ്കിലും സാറിന്റെ ഭാഷ മോശമായി പോയി ഞങ്ങളോട് പറയുന്നില്ല, ഈ സദസ്സിനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു. കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് പോലീസ്, ഞങ്ങൾ ഡ്രൈവർമാർക്ക് 2 ലക്ഷം കൊടുത്തത് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ആദ്യം എഞ്ചിനീയർക്ക് 1 ലക്ഷം കൊടുക്കും. അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ്, അൺതോട്ട്ഫുൾ, അൺഓർഗനൈസ്ഡ് ലൂട്ട് ഉണ്ട്. ഓർഗനൈസ്ഡ് ലൂട്ട് ഉണ്ട്. ഈ അൺഓർഗനൈസ്ഡ് വേ ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് പ്രശ്നമാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഒരു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസനെ നിങ്ങൾ മാനിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇത്തരം ഹിയറിങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കി ഭാഗമാകണമെന്ന് കേട്ട് വന്നവരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.